Good morning, students. At the university question, joint probability distribution of x and y is given by f of x y is equal to 1 by 27 into 2x plus y, where x is equal to 0, 1, 2, and y is equal to 0, 1, 2. So now the question, find the marginal distribution of x and y. Second question, are x and y are independent variable? The July 2021 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യണം. നമുക്ക് ആദ്യം ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യാം. ഇവിടെ വൈയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2. വൈയുടെ വാല്യൂസ്. എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന്റെ വാല്യൂസ് 0, 1, 2. നമ്മൾ ടേബിൾ ഫോം ചെയ്യണം. ആദ്യം ടേബിൾ ഫില്ല് ചെയ്യും. ടേബിളില് 0, 0 വരുമ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, എക്സിന് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് കിട്ടും? 0. അടുത്ത രണ്ടാമത് എക്സിന് 0 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പൊ എക്സിന് 0, വൈക്ക് 1 കൊടുക്കുമ്പോൾ 1/27. രണ്ടാമത്തെ പോയിന്റ് 1/27. രണ്ടാമത്തേല് വൈക്ക് 2 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക. അപ്പൊ 2/27. അപ്പൊ ഫസ്റ്റ് 3 കോളങ്ങൾ ഫില്ല് ചെയ്തു. ഇനി അടുത്ത കോളത്തില് വൈക്ക് 0 കൊടുക്കുക, എക്സിന് 1 കൊടുക്കുക. 2 2/27. ഇനി അടുത്ത ഇവിടെ വൈക്ക് 1 കൊടുക്കുക, എക്സിന് 1 കൊടുക്കുക. അപ്പൊ 2 3 3/27. അടുത്ത കോളം 3/27. അടുത്ത് വൈക്ക് നമ്മൾ 2 കൊടുക്കണം, എക്സിന് 1 കൊടുക്കണം. അപ്പൊ 2 2 4 4/27. 2 4/27. അടുത്ത കോളത്തിൽ വൈക്ക് 0 കൊടുക്കുക, അതുപോലെ എക്സിന് 2 കൊടുക്കുക. 2 4 4/27. 4/27 വരും. ഇനി അതുപോലെ വൈക്ക് 1 കൊടുക്കുക, എക്സിന് 2 കൊടുക്കുക. വൈക്ക് 1 കൊടുക്കുമ്പോൾ 1, എക്സിന് 2 കൊടുക്കുക. 4 5/27. അപ്പൊ അടുത്ത നമുക്ക് 5/27 വരും. അടുത്ത് വൈക്ക് 2 കൊടുക്കുക, അതുപോലെ എക്സിന് 2 കൊടുക്കുക. അപ്പൊ 2 4 6/27. 6/27. നമ്മൾ ഈ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യും. ഇതാണ് നമ്മുടെ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യും. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഇത് കൂട്ടി എഴുതാം. 4 6/27. 6/27. ഇനി ഇവിടെ നമ്മൾ കൂട്ടി എഴുതാം. 3 4 5 9/27. ഇവിടെ നമ്മൾ കൂട്ടി എഴുതാം. 4 6 6 12/27. ഇവിടെ ഇതുപോലെ തന്നെ 2 3/27. 4 3 7 9/27. ഇവിടെ 6 11 4 15/27. നമ്മൾ ചെയ്ത് ശരിയാണെന്ന് നോക്കാനായിട്ട് ഇവിടെ 12 9 21 6 27 27 1 ആണ്. ഇവിടെ 15 9 24 27 27 കറക്റ്റ് ആണ്. ഇനി നമുക്ക് ആദ്യം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എഴുതാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എഴുതുമ്പോൾ എക്സിന്റെ വാല്യൂസ് ആദ്യം എഴുതാം. എക്സിന്റെ വാല്യൂ ഇതൊക്കെയാണ് 0, 1, 2. Then fx of x എഴുതാം. fx മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ fx of x എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് എക്സിന്റെ വാല്യൂ 0, 1. അപ്പോ 3/27. 1 വരുമ്പോൾ 9/27. 2 വരുമ്പോൾ 15/27. കൂട്ടി കഴിയുമ്പോൾ 15 24 27. ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഇനി നമുക്ക് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y എഴുതാം. അപ്പോ y ഇവിടെ എഴുതാം 0, 1, 2. fy of y 0 ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6/27. ഇവിടെ 9/27. then 12/27. അപ്പൊ നമ്മള് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y നമുക്ക് എന്ത് എഴുതി? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y 6/27, 9/27, 12/27. കൂട്ടി കഴിയുമ്പോൾ 19 24 27 27. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്ന ആർ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് വി ഹാവ് ടു ഷോ ദാറ്റ്
f of xy എന്നുള്ളത് ഈക്വൽ ടു fx of x into fi of y. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ടേക്ക് f of 1 2 എടുക്കാം. ഇവിടെ നമ്മൾ ടേബിളിൽ നിന്ന് f of 1 2 എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ f of 1 എക്സിന്റെ വാല്യൂ 1 വരണം, വൈയുടെ വാല്യൂ 2 വരണം. 4/27 ആണ്. 4/27. ഇനി ഇവിടെ fx of 1 എത്രയാണ്? 9/27 ആണ്. നമുക്ക് ടേബിളിൽ നിന്ന് അറിയാം 9/27 ആണ്. ഇനി fi of 2 എത്രയാണ്? fi of 2 എന്ന് പറഞ്ഞാൽ 12/27. It can clearly known that f of 1 2 not equal to f of x1 into f of y. f of x1 f of y മുടി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും 4/27 കിട്ടില്ല. 4/27 is not equal to 9/27 into 12/27. അപ്പോൾ ഇതിന്റെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് f of xy not equal to fx of x into f of y ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? x and y are not independent. എക്സും വൈയും ഈ ഒരു പ്രോബ്ലത്തില് ഇൻഡിപെൻഡന്റ്. ഈ ഒരു പ്രോബ്ലത്തില് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ഒരു ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്തു. ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? f of xy എന്ന് പറഞ്ഞാൽ 1/27 into 2x plus y ആണ്. അതില് ഈ എക്സിനും വൈക്കും നമ്മൾ വാല്യൂസ് കൊടുത്തു. ഈ ടേബിൾ വരച്ചതിന് ശേഷം ഇങ്ങനെ വാല്യൂസ് കൊടുത്ത് ടേബിൾ ഫില്ല് ചെയ്തു. ടേബിൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് റോയില് നമ്മൾ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 3/27 വരും. സെക്കൻഡ് റോ കൂട്ടി 9/27 വരും. തേർഡ് റോ കൂട്ടിക്കുമ്പോൾ 15/27 വരും. ഇതുപോലെ കോളം വൈസ് കൂട്ടി കഴിയുമ്പോൾ 6/27, 9/27, 12/27. ഇതിങ്ങനെ കൂട്ടി കഴിയുമ്പോൾ ഇവിടെ 1 വരണം, ഇവിടെ 1 വരണം. അപ്പൊ നമ്മൾ ചെയ്ത് ശരിയാണ്. ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോം ചെയ്യും. അതിനുശേഷം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണണമെങ്കിൽ എക്സിന്റെ വാല്യൂ 0 1 2 വരുമ്പോൾ fx of x എത്രയാണ്? എക്സിന്റെ വാല്യൂ 0 1 2 വരുമ്പോൾ ഇതിന്റെ നേരെയുള്ള വാല്യൂ 3/27, അതുപോലെ 9/27, അത് 15/27. വൈയുടെ വാല്യൂ 0 1 2 വരുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ 6/27, 9/27, 12/27. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. ആ രണ്ട് പ്രോബ്ലം, ആ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എക്സ് വൈ ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ fx of y എന്നുള്ളത് fx of x into f of y ആയിരിക്കണം. അതായത് നമ്മൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ എടുക്കുന്നത് f of 1 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/27 ആണ്. fx of 1 എത്രയാണ്? 9/27 ആണ്. fi of 2 എത്രയാണ്? 12/27 ആണ്. Clearly we can shown that f of 1 2 not equal to fx of 1 into f of y. Therefore x and y are not independent. അങ്ങനെ രണ്ട് പ്രോബ്ലത്തിന്റെ ആൻസർ നമ്മൾ ചെയ്തു തീർത്തു. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ.